അപ്പോൾ ഹൈക്കോടതി ഇന്ന് ആ ചോദ്യം വീണ്ടും ചോദിച്ചിരിക്കുകയാണ്, എവിടെ ശങ്കർദാസ്, എന്തുകൊണ്ട് നിങ്ങൾ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പോൾ ശങ്കർദാസ് ആരെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ ശബരിമലയിലെ ദേവസ്വം ബോർഡ് കമ്മിറ്റിയിലെ അംഗം, അതായത് പത്മകുമാർ, വിജയകുമാർ, ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. അതിൽ മൂന്നാമത്തെ ആളാണ് ശങ്കർദാസ്. ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള വിധി വന്നപ്പോൾ തന്നെ ശങ്കർദാസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അതുമാത്രമല്ല, ശങ്കർദാസിൻ്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ പറഞ്ഞത് ശങ്കർദാസ് അബോധാവസ്ഥയിലെന്നാണ്. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, ശങ്കർദാസിൻ്റെ മകൻ നമ്മുടെ കേരള പോലീസിലെ ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടെയാണ്. നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ വില്ലൻ എന്തെങ്കിലും അസുഖമൊക്കെ വന്ന് കിടക്കുന്ന സെയിം അതേ സിറ്റുവേഷനാണ്. അപ്പോൾ ഈ കേസിൽ പല കൊമ്പന്മാരും ഇനി പിടിയിലാവാനുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പിടിയിലാവും. രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാനുള്ള ശുഷ്കാന്തി നമ്മുടെ കേരള പോലീസ് അല്ലെങ്കിൽ തന്നെ SIT കാണിച്ചതുപോലെ തന്നെ ഇനി ഈ ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിലെ വമ്പന്മാരെ പിടിക്കാനുള്ള ശുഷ്കാന്തിയും ഈ കേസിലുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.